എല്ലാവർക്കും നമസ്കാരം. ത്രിയേക ദൈവത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ. യേശുക്രിസ്തുവിൻ്റെ ധന്യമുള്ള നാമത്തിൽ എല്ലാവർക്കും വന്ദനം അറിയിക്കുന്നു. ഇന്ന് നമ്മുടെ തിരുവചനത്തിൽ ആധാരമായിട്ട് എടുത്തിരിക്കുന്ന വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷം 5-ാം അധ്യായത്തെ ആസ്പദമാക്കിയാണ്. അപ്പോൾ 5-ാം അധ്യായത്തിൽ 3 അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. യേശുക്രിസ്തു ചെയ്ത അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഒന്നാമത്തെ അത്ഭുതം എന്ന് പറഞ്ഞാൽ യേശു ഗന്നസരത്ത് തടാകത്തിൽ കരയിൽ നിൽക്കാനുള്ള പുരുഷാരം ദൈവവചനം കേൾക്കേണ്ടതിന് അവനെ തിക്കിത്തിരക്കിക്കൊണ്ടിരിക്കുകയാണ്. യേശുവിൻ്റെ വചനം കേൾക്കാനും രോഗസൗഖ്യം നേടാനുമായിട്ട് ആൾക്കാരെല്ലാം തിക്കിത്തിരക്കി യേശുവിൻ്റെ അടുക്കിലേക്ക് വരികയാണ്. അപ്പോൾ 2 പടക് കരയ്ക്കടുത്തു നിൽക്കുന്നത് അവൻ കണ്ടു. അവയിൽ മീൻപിടുത്തക്കാരിറങ്ങി വല കഴുകിക്കൊണ്ടിരിക്കുകയായിരുന്നു. ആ പടകിൽ ശിമോൻ ഉള്ളതായ ഒന്നിൽ അവർ കയറി അല്പം നീക്കണം എന്ന് അവരോട് അപേക്ഷിക്കുകയാണ്. അങ്ങനെ അവർ പടകിലിരുന്ന് പുരുഷാരത്തെ ഉപദേശിച്ചുകൊണ്ടിരിക്കുകയാണ്. സംസാരിച്ചു തീർന്നപ്പോൾ അവൻ ശിമോനോട് ആഴത്തിലേക്ക് നീക്കി മീൻപിടുത്തത്തിന് വല ഇറക്കുവിൻ എന്ന് പറഞ്ഞു. അതിന് അവർ പറഞ്ഞ രാത്രി മുഴുവൻ ഞങ്ങൾ അധ്വാനിച്ചു, ഞങ്ങൾക്കൊരു മീനെ പോലും കിട്ടിയില്ല. അപ്പം ഞങ്ങൾ നിരാശരായിട്ട് വന്നിരിക്കുകയാണ്. അപ്പം യേശുക്രിസ്തു പറയുകയാണ്, നിങ്ങൾ ആഴത്തിലേക്ക് മീൻ പിടിക്കുവാൻ, ആഴത്തിലേക്ക് നീക്കി മീൻ പിടിപ്പിക്കാൻ. അങ്ങനെ അവർ ചെയ്തപ്പോൾ ഒരു പെരുത്ത മീൻകൂട്ടം അകപ്പെട്ട് വലിയ വല കീറാറായി. അവർ മറ്റേ പടകിലുള്ള കൂട്ടാളികളെ സഹായിപ്പാൻ വിളിച്ചു. അവർ പടക് 2 മുങ്ങുമാറോളം നിറച്ചു. ശീമോൻ പത്രോസ് അത് കണ്ടിട്ട് യേശുവിൻ്റെ കാൽക്കൽ വീണു, കർത്താവേ, ഞാൻ പാപിയായ മനുഷ്യനാകൊണ്ട് എന്നെ വിട്ടു പോകണമേ എന്ന് പറയുകയാണ്. അവർക്കുണ്ടായ മീൻപിടുത്തത്തിൽ അന്ന് അവനോട് കൂടെ ഉണ്ടായിരുന്നവർക്കെല്ലാം സംഭ്രമം പിടിച്ചിരുന്നു. അപ്പോൾ യേശു ശിമോനോട് ഭയപ്പെടേണ്ട, ഇന്നു മുതൽ നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്നവരാക്കും. പിന്നെ അവൻ പടകുകളെയും അടുപ്പിച്ച് സകലവും വിട്ട് കർത്താവിനെ അനുഗമിച്ചു. അങ്ങനെ ഒരു അത്ഭുതം അവിടെ നടന്നു. കർത്താവ് പറഞ്ഞ അനുസരിച്ച് അവർ പ്രവർത്തിച്ചതാണ്. അവർക്ക് വലിയ മീൻകൂട്ടം കിട്ടി. പിന്നെ നമ്മൾക്ക് കാണാൻ പറ്റുന്നത് കർത്താവ് ഒരു കുഷ്ഠരോഗിയെ സൗഖ്യമാക്കുന്നതാണ്. അവൻ ആ പട്ടണത്തിലിരിക്കുമ്പോൾ കുഷ്ഠം നിറഞ്ഞവനായ അവർ വീണ്, കർത്താവേ, ഞാൻ നിനക്ക് മനസ്സുണ്ടെങ്കിൽ എന്നെ ശുദ്ധമാക്കാൻ കഴിയും എന്ന് അവനോട് അപേക്ഷിച്ചു. യേശു കൈനീട്ടി അവനെ തൊട്ടു. എനിക്ക് മനസ്സുണ്ട്, ശുദ്ധമാകുക എന്ന് പറഞ്ഞു. ഉടനെ അവൻ്റെ കുഷ്ഠം വിട്ടുമാറി. പിന്നെ അവനോട് ആരോടും പറയരുത്, നീ നിന്നെ തന്നെ പുരോഹിതനെ കാണിച്ച് അവർക്ക് സാക്ഷ്യത്തിനായി മോശ കൽപ്പിച്ചതുപോലെ നിൻ്റെ ശുദ്ധീകരണത്തിനായിട്ടുള്ള വഴിപാട് അർപ്പിക്കുകയെന്ന് അവനോട് പറയുകയാണ്. അപ്പം അങ്ങനെ കർത്താവ് ഒരുപാട് പേരെ സൗഖ്യമാക്കി. അവൻ ദിവസം പ്രതി ഉപദേശിച്ചുകൊണ്ടിരിക്കുക. അപ്പോൾ വളരെ പുരുഷാരം വചനം കേൾക്കേണ്ടതിന് തങ്ങളുടെ വ്യാധികൾ സൗഖ്യമാക്കുന്നതിനും വേണ്ടി ഇങ്ങനെ തടിച്ചു കൂടിക്കൊണ്ടിരുന്നു. നിർജ്ജന പ്രദേശത്ത് വാങ്ങിപ്പോയി പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. അങ്ങനെ ഒരു ദിവസം ഉപദേശിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഗലീലയിലെ യഹൂദയിലെ സകല ഗ്രാമത്തിൽ നിന്നും യെരുശലേമിൽ നിന്നും വേണ്ട പരീശന്മാരും ന്യായശാസ്ത്രവും അവിടെ ഇരുന്നിരുന്നു. സൗഖ്യമാക്കുവാൻ കർത്താവിൻ്റെ ശക്തി അവനോടുകൂടി ഉണ്ടായിരുന്നു. കർത്താവിനെ അപ്പോൾ പരീശന്മാരും ശാസ്ത്രിമാരും എല്ലാം അവൻ്റെ ഈ അത്ഭുതങ്ങളൊക്കെ കാണേണ്ടതിന് അവർ വന്നിരിക്കുകയാണ്. അപ്പോൾ അവർ വന്നിരുന്നപ്പോൾ അപ്പോൾ കർത്താവ് പല രോഗികളെയൊക്കെ സൗഖ്യമാക്കുന്നുണ്ട്. അപ്പം കർത്താവ് വേറൊരു അത്ഭുതം നടന്നതെന്ന് പറഞ്ഞാൽ, അപ്പോൾ അവൻ അവിടെ ഇരിക്കുമ്പോൾ അപ്പോൾ ചില ആളുകൾ പക്ഷപാതം പിടിച്ച് ഒരു മനുഷ്യനെ കിടക്കയിൽ എടുത്തുകൊണ്ട് വന്നു. അവനെ അകത്ത് കൊണ്ടുവന്ന് അവൻ്റെ മുമ്പിൽ വെക്കാൻ ശ്രമിച്ചു. അപ്പോൾ ഈ ഒരുപാട് പുരുഷാരങ്ങളിങ്ങനെ തിങ്ങി നിൽക്കുകയാണ്. അവർക്ക് അകത്തോട്ട് പോകാൻ ഒരു വഴിയുമില്ല. അവരത് ഈ ആൾക്കാർ മുഖേന ഈ പക്ഷപാത രോഗിയെ യേശുക്രിസ്തുവിൻ്റെ അടുക്കിലേക്ക് എത്തിക്കാൻ അവർക്ക് സാധിക്കുന്നില്ല. അവരുടനെ കുറേ ആൾക്കാർ മേൽക്കൂര പൊളിച്ച് ആ മേൽക്കൂരയിൽ കൂടി ആ പക്ഷപാതക്കാരനെ കയറ്റി താഴോട്ട് ഇറക്കുകയാണ്. അപ്പോൾ
അപ്പോൾ യേശു അവരുടെ ചിന്തകളെ അറിഞ്ഞ് അവരോട് നിങ്ങളുടെ ഹൃദയം അപ്പം അപ്പോൾ അവർ യേശുവിൻ്റെ മുമ്പിൽ ഇറക്കി വെച്ചു. അവരുടെ വിശ്വാസം കണ്ടിട്ട്, ഇത്ര വലിയ വിശ്വാസം ഈ കൊണ്ടുവന്നവർക്കും ഈ ചുമന്നവർക്കും എല്ലാം വിശ്വാസം ഉണ്ടായിരുന്നു. അവരുടെ വിശ്വാസം കണ്ടിട്ട്, മനുഷ്യ നിൻ്റെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു എന്ന് പറഞ്ഞ് ശാസ്ത്രിമാരും പരീശന്മാരും എല്ലാവരും അവിടെ അടുക്കൽ ഇരിപ്പുണ്ട്. അവർ പറയുന്നു, പരീശൻ ദൈവദൂഷണം പറയുന്ന ഇവനാർ? ദൈവം ഒരുവനല്ലാതെ പാപങ്ങളെ മോചിക്കാൻ കഴിയുന്നവനാർ എന്ന് ചിന്തിച്ചു തുടങ്ങി. അപ്പോൾ യേശു അവരുടെ ചിന്തകളെ മനസ്സിലാക്കിയിട്ട് പറയുകയാണ്, നിങ്ങളുടെ പാപങ്ങൾ മോചിച്ചു തന്നിരിക്കുന്നു പറയുന്നോ, കിടക്കയെടുത്ത് നടക്കുക എന്ന് പറയുന്ന എളുപ്പമെന്ന് ചോദിച്ചു. ഭൂമിയിൽ പാപങ്ങളെ മോചിപ്പാൻ മനുഷ്യപുത്രന് അധികാരമുണ്ട്. നിങ്ങൾ അറിയേണ്ടതിന് അവൻ പക്ഷപാതക്കാരനോട് കിടക്കയെടുത്ത് നടക്ക എന്ന് പറഞ്ഞു. അവൻ പെട്ടെന്ന് കിടക്കയെടുത്ത് നടന്നു. അപ്പം മനുഷ്യരെല്ലാവരും വിസ്മയം പൂണ്ടു ദൈവത്തെ മഹത്വപ്പെടുത്തി ഭയം നിറഞ്ഞവരായി എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കർത്താവ് 3 അത്ഭുതങ്ങളാണ് അവിടെ നടത്തിയത്. 3 അത്ഭുതങ്ങൾ. യേശുക്രിസ്തു പാപികളെയല്ല, നീതിമാന്മാരെയല്ല, പാപികളെ രക്ഷിക്കാൻ വേണ്ടിയാണ് ഈ ലോകത്തിലേക്ക് വന്നത്. അപ്പം പിന്നെ ഈ ശാസ്ത്രിമാരും പരീശന്മാരും പറഞ്ഞു, യോഹന്നാൻ്റെ ശിഷ്യന്മാർ ഉപവസിക്കുന്നുണ്ട്, പരീശന്മാർ ഉപവസിക്കുന്നുണ്ട്, നിൻ്റെ ആൾക്കാർ മാത്രം, നിൻ്റെ ശിഷ്യന്മാർ മാത്രം എന്നാണ് ഉപവസിക്കാതെ? അവർ തിന്നുകയും കുടിക്കുകയും ചെയ്യുന്നു. യേശു അവരോട് പറഞ്ഞത്, മണവാളൻ തോഴ്മക്കാരോടുകൂടി ഉള്ളപ്പോൾ അവരുടെ ഉപവാസം ചെയ്യാൻ അവർക്ക് കഴിയുമോ? മണവാളൻ അവരെ വിട്ടുപിരിയുന്ന കാലം വരും. ആ സ്ഥലത്ത് അവർ ഉപവസിക്കും. ഒരു ഉപമ അവരോട് പറഞ്ഞു കൊടുത്തു. എന്താണെന്ന് വെച്ചാൽ, പറഞ്ഞു കൊടുത്തെന്നാൽ ഒരു കൊടി തുണി കണ്ടം കീറിയെടുത്ത് പഴയ വസ്ത്രത്തോട് ആരും തുന്നാറില്ല. തുന്നിയാലോ പഴയത് കീറുകയും പുതിയത് പഴയതിനേക്കാൾ ഛേദം വരാതിരിക്കുകയും ചെയ്തു. അതുപോലെ തന്നെ പുതുവീഞ്ഞ് പഴയ തുരുത്തിയിൽ ഒരിക്കലും നിറയ്ക്കത്തില്ല. കാര്യം പഴയ തുരുത്തി പൊളിഞ്ഞു പോകും. അതേസമയം പുതിയ വീഞ്ഞ് പുതിയ തുരുത്തിയിലാണ് വയ്ക്കേണ്ടത്. അതുകൊണ്ട് പഴയത് കുടിച്ചിട്ട് ആരും പുതിയത് ഉടനെ കുടിക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നില്ല. അങ്ങനെ കർത്താവ് അവരെ പറഞ്ഞ് മനസ്സിലാക്കുകയാണ്. അങ്ങനെ ഈ വിശുദ്ധ ലൂക്കോസിൻ്റെ സുവിശേഷത്തിലെ 5-ാം അധ്യായത്തിൽ 3 അത്ഭുതങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കർത്താവ് അവരോട് പറഞ്ഞ്, നിങ്ങൾ ആഴത്തിലേക്ക് മീൻ പിടിക്കുക. അങ്ങനെ പിടിച്ചപ്പോൾ അവർക്ക് പെരുത്ത മീൻകൂട്ടം കിട്ടി. തലേദിവസം മൊത്തം അവർ മീനൊന്നും കിട്ടാതെ അവർ വലഞ്ഞ് തിരിഞ്ഞ് നടന്നപ്പോഴാണ് അങ്ങനെ അവർക്ക് കിട്ടി. അങ്ങനെ ശീമോൻ പത്രോസ്, ഞാൻ പാപിയായ മനുഷ്യനാണ് എന്ന് പറഞ്ഞ് കർത്താവിൻ്റെ കാൽക്കൽ വീണു. അങ്ങനെ ശീമോൻ ആ വലയെല്ലാം ഉപേക്ഷിച്ചിട്ട് കർത്താവിൻ്റെ കൂടെ സകലം വിട്ടിട്ട് ഇത്രയും മീൻ കിട്ടി, ഇത്രയും അവരധ്വാനിച്ച് മീൻ കിട്ടിയിട്ട് അവർക്ക് അയാൾ ആ മീനുകളെല്ലാം ഉപേക്ഷിച്ച്, അപ്പം നിങ്ങൾ പാപിയായ മനുഷ്യനാകുന്നു, നിൻ്റെ മുമ്പിൽ നിൽക്കാൻ ഞാൻ യോഗ്യനല്ല, നീ പാപിയായ മനുഷ്യനാണ്, എന്നെ വിട്ടുപോകണമേ എന്നാണ് പറയുന്നത്. അപ്പം പറഞ്ഞ്, ഭയപ്പെടേണ്ട, നിന്നെ ഞാൻ മനുഷ്യരെ പിടിക്കുന്ന ഒരാക്കുമെന്നാണ് പറഞ്ഞത്. അങ്ങനെ ശീമോൻ ഭയപ്പെടേണ്ട. പിന്നെ അവൻ പടകളെ അടുപ്പിച്ച ശേഷം സകലവും വിട്ട് കർത്താവിൻ്റെ ശിഷ്യനായി തീർന്നു. ഇത് നമുക്ക് പഠിക്കാനുള്ള ഇതാണ്. കർത്താവിൽ നമ്മൾ വിശ്വസിക്കുക. ദൈവത്തിൽ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ നമുക്ക് കാണാൻ പറ്റും. സർവശക്തനായ യേശു ക്രിസ്തു നമ്മുടെ പാപങ്ങളെ പോക്കാനായിട്ടാണ് വന്നത്. നമ്മുടെ പാപങ്ങളെ ദൈവം പാപങ്ങളെ വഹിച്ച് നമുക്ക് വേണ്ടി ക്രൂശിൽ ബലിയാടായിത്തീരുന്ന ദൈവമാണ്. സ്വർഗ്ഗസ്ഥനായ പിതാവ് സ്വന്തം ലോകത്തെ സ്നേഹിക്കുന്നതുകൊണ്ടാണ് സ്വന്തം പുത്രനെ ബലിയാടാകാൻ വേണ്ടി ഈ ഭൂമിയിലേക്ക് അയച്ചത്. നമ്മുടെ പാപങ്ങളെ പോക്കാൻ, അല്ലെങ്കിൽ നമ്മളെല്ലാം നരകത്തിന് അവകാശികളാകുമായിരുന്നു. നമ്മൾ നരകത്തിലേക്ക് പോകാതിരിക്കാൻ നമുക്കൊരു മാനസാന്തരം ഉണ്ടാകാനും നമ്മൾ ദൈവത്തിൽ നമ്മുടെ പാപങ്ങളെ പോക്കുവാനും നമ്മളെ വേണ്ടിയാണ് പിതാവ് നമുക്ക് യേശുക്രിസ്തുവിനെ തന്നത്. അതുകൊണ്ട് നമ്മളെല്ലാവരും കർത്താവായ യേശുക്രിസ്തുവിൽ വിശ്വസിക്കുക.
വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ മഹത്വം കാണും. നിങ്ങൾക്ക് എന്ത് തന്നെ പ്രതിസന്ധി ആയിക്കോട്ടെ, പ്രശ്നങ്ങളായിക്കോട്ടെ, നിരാശയായിക്കോട്ടെ, ഡിപ്രഷനായിക്കോട്ടെ, ഒന്നും കൊണ്ട് നിങ്ങൾ വിഷമിക്കാനില്ല. നിങ്ങൾ ദൈവത്തിൽ ആശ്രയിക്കൂ, ദൈവത്തിൽ നിങ്ങളുടെ ആഗ്രഹങ്ങളെ അർപ്പിക്കൂ. സ്വർഗ്ഗസ്ഥനായ പിതാവ് നമുക്കെല്ലാം സാധിച്ചു തരും. നിങ്ങളെ ഏത് പ്രതിസന്ധിയിൽ നിന്ന് രക്ഷിക്കാൻ കഴിവുള്ള നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവാണ്. ക്രിസ്തുവിൽ വിശ്വസിക്കുക. ക്രിസ്തുവിൽ കൂടി മാത്രമേ നമുക്ക് രക്ഷയുള്ളൂ. ആ രക്ഷയിൽ കൂടി മാത്രമേ നമുക്ക് നിത്യജീവനെ പ്രാപിക്കാൻ പറ്റുകയുള്ളൂ. അപ്പോൾ എല്ലാവരോടും ഞാൻ പറയുകയാണ്, എല്ലാവരും ക്രിസ്തുവിൽ വിശ്വസിക്കുക. ദൈവത്തിൻ്റെ പ്രവൃത്തികൾ, തിന്മ പ്രവർത്തിക്കുക, ദൈവത്തെ പ്രസാദിപ്പിച്ച് ജീവിക്കുക. ദൈവം നിങ്ങളെ എല്ലാവരും അനുഗ്രഹിക്കട്ടെ എന്ന് പറഞ്ഞതുകൊണ്ട് സർവശക്തനായ ദൈവത്തിൻ്റെ കൃപയിൽ എല്ലാവർക്കും സംരക്ഷണം ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ഈ ചെറിയ മെസ്സേജ് നിർത്തുന്നു. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഗോഡ് ബ്ലെസ് യു ഓൾ. ബൈ ബൈ.